നമസ്തേ, ഞാൻ പ്രശാന്ത്. ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പെരിയയിൽ നിന്ന് NSS വോളണ്ടിയേഴ്സുമായി ഇവിടെ വന്നതാണ്. ആനന്ദാശ്രമത്തിൽ ഇവിടെ വെച്ച് കിട്ടിയ ക്ലാസ് കുട്ടികൾക്ക് വളരെ വളരെ പ്രയോജനപ്പെടുന്നതായിരുന്നു. കുട്ടികളുടെ കുഞ്ഞു പിഴവുകൾ അവർക്ക് സ്വയം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ പിഴവുകൾ തിരുത്താനുള്ള ഒരു ട്രെയിനിങ് കൂടി ഈ ക്ലാസ് കൊണ്ടുണ്ടായി. അവർക്കത് ബോധ്യപ്പെട്ടു. അതിൽ അവർ ഒരുപാട് സന്തുഷ്ടരാണ്. താങ്ക് യു. മനസ്സിലാവട്ടെ. എൻ്റെ പേര് ദേവികാനൻ. ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കാസർഗോഡ് ഇലക്ട്രിക്കൽ വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമുക്ക് NSSൻ്റെ ഭാഗമായിട്ട് ആനന്ദാശ്രമത്തിൽ വെച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ നോട്ട് ബി ബട്ട് യു എന്നൊരു മോട്ടോ ഉണ്ട്. നമ്മുടെ NSSൻ്റെ തീം അതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സാറ് പറഞ്ഞു തന്നു. അത് അങ്ങോട്ട് ഇനി നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. ഒരിക്കലും എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയാം. താങ്ക് യു. എൻ്റെ പേര് ഗഗന. ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് NSSൻ്റെ ഭാഗമായി നടന്ന ക്ലാസ്സിൽ, ആശ്രമത്തിൽ വെച്ച് നടന്ന ക്ലാസ്സിൽ ബാക്കിയുള്ളവരോട് നമ്മൾ എങ്ങനെ ബിഹേവിയർ ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റി. അത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുമെന്ന് പറയുന്നു. താങ്ക് യു. ഓക്കെ. എൻ്റെ പേര് വിഷ്ണു. ഞാൻ പെരിയാപ്പോളിയിൽ നിന്ന് വരുന്നത്. നമ്മൾ ആനന്ദാശ്രമത്തിൽ കുറച്ച് ക്ലാസ്സിൻ്റെ ബന്ധമായിട്ട് വന്നത്. ഇത് എന്നെന്ത് നമുക്ക് എനിക്ക് ഇന്ന് പഠിപ്പിച്ചതിൽ കുറച്ച് സഹായിക്കാതെ പറഞ്ഞാൽ നമ്മളെ NSSൻ്റെ മോട്ടോനെ കുറിച്ച് നോട്ട് ബി ബട്ട് യു, ആ മോട്ടോനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻ അവരാക്കി തന്നു. അത് കറക്റ്റ് മനസ്സിലാക്കിച്ചിന്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞാൽ കുറേ നമ്മൾ ലൈഫ് നടക്കുന്ന ഓരോന്ന് അങ്ങനത്തെ എന്തെല്ലോ പറഞ്ഞു. അത് ചെയ്യാൻ സമയത്ത് മാഷിനും മറ്റവർക്കൊക്കെ നന്ദി വേണം. എൻ്റെ പേര് സൂരജ്. ഞാനിവിടെ പെരിയാപ്പോളിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ ആനന്ദാശ്രമത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് ആണ് കിട്ടിയത്. അത് കഴിഞ്ഞ് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ എന്തായിരിക്കണം, നമ്മൾ എന്തായിരിക്കണം എന്നിങ്ങനെയെല്ലാം സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പിന്നെ NSS വോളണ്ടിയർ എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം എന്നെല്ലാം സാറ് പറഞ്ഞത് മനസ്സിലായി. അങ്ങനെയൊക്കെ കുറച്ചെല്ലാം മനസ്സിലായി.